യാ, ക്ലിയർ. ഇനി നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. അപ്പോൾ ഒന്നുകൂടി നിങ്ങൾ ക്ലിയർ ആവും കേട്ടോ. ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്യേണ്ടത് ക്വസ്റ്റ്യൻ വായിക്കുക, മനസ്സിലേക്ക് ഒരു എക്സാമ്പിൾ വരും. ഒരിക്കലും യൂണിവേഴ്സൽ അഫർമേറ്റീവ് എന്ന് ആലോചിച്ചിട്ട് പെട്ടെന്ന് കിട്ടൂല. മനസ്സിലേക്ക് എക്സാമ്പിൾ കൊണ്ടുവരിക, സബ്ജക്റ്റും പ്രെഡിക്കേറ്റും ആലോചിക്കുക. In universal negative proposition, how are terms distributed? Chat host only ആക്കിയിട്ടുണ്ട്. ചാറ്റ് ഹോസ്റ്റ് ഓൺലി ആക്കിയിട്ടുണ്ട്. മറ്റൊരാളുടെ ഉത്തരം കണ്ടിട്ട് ഞാൻ കുറച്ച് സമയം തരാം, നിങ്ങൾ ആലോചിച്ചിട്ട് തന്നെ പറഞ്ഞോളൂ. നിങ്ങൾ ചാറ്റ് ബോക്സിൽ ABCD ഇട്ടാൽ മതി കേട്ടോ. ബോത്ത് ആർ അൺഡിസ്ട്രിബ്യൂട്ടഡ്, ബോത്ത് ആർ ഡിസ്ട്രിബ്യൂട്ടഡ് എന്നൊന്നും ഇടണ്ട. ചാറ്റ് ബോക്സിൽ ജസ്റ്റ് ഗിവ് മീ ABCD. അപ്പൊ നമ്മൾ എന്താ ആലോചിക്കുക? യൂണിവേഴ്സൽ നെഗറ്റീവ്. നോ പെൻസ് ആർ പ്ലാസ്റ്റിക്. നോ പെൻസ്, പെന്ന് ഡിസ്ട്രിബ്യൂട്ടഡ്. ആർ പ്ലാസ്റ്റിക്, പ്ലാസ്റ്റിക് ഡിസ്ട്രിബ്യൂട്ടഡ്. സോ ബോത്ത് ആർ ഡിസ്ട്രിബ്യൂട്ടഡ്. അപ്പൊ നോക്കും, സബ്ജക്ട് ഡിസ്ട്രിബ്യൂട്ടഡ്, പ്രെഡിക്കേറ്റ് ഡിസ്ട്രിബ്യൂട്ടഡ് രണ്ടും ഇല്ല. ഓക്കെ, ബോത്ത് ആർ ഡിസ്ട്രിബ്യൂട്ടഡ്. ശ്രദ്ധിക്കുക, എപ്പോഴും ബോത്ത് ആർ ഡിസ്ട്രിബ്യൂട്ടഡ് എന്ന് വരേണ്ട നിർബന്ധമൊന്നുമില്ല കേട്ടോ. ചിലപ്പം വരെ സബ്ജക്ട് ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ്, പ്രെഡിക്കേറ്റ് ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ്, അങ്ങനെയും വരാം. തെരഞ്ഞു പോയിട്ട് ബോത്തോടെ എന്ന് ആലോചിക്കണ്ട. ചിലപ്പോൾ ബോത്ത് എന്നുള്ള ആസ്പെക്റ്റിൽ തരാം, ചിലപ്പോൾ സബ്ജക്ട് ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ്, പ്രെഡിക്കേറ്റ് ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ് എന്നുള്ള ആസ്പെക്റ്റിലേക്ക് വരാം. ഓക്കെ, സോ ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. മൂവിങ് ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് കറക്റ്റ് അബൌട്ട് ദ സെന്റൻസ്? Some men are not married. Subject is distributed, predicate is distributed, both subject. അങ്ങനെ പറയുമ്പോൾ എല്ലാ ഓപ്ഷൻസും നോക്കണേ. എല്ലാ ഓപ്ഷൻസും നോക്കിയിട്ട് കൺക്ലൂഷനിൽ എത്താവൂ. Yeah, some men are not married. Some men are not married. So subject undistributed ആണ്, not married ആണ്, predicate distributed ആണ്. Okay, so subject undistributed, predicate distributed. Subject distributed അല്ല, predicate distributed. Okay, we have ആണ്. Subject predicate distributed അല്ല. We have option B as a correct answer. Okay, option B as a correct answer. So ഇത്രയാണ് സബ്ജക്ട് പ്രെഡിക്കേറ്റ് ആസ്പെക്റ്റിലേക്കുള്ളത്. വിൽ ബി വൈൻഡിങ് അപ്പ് ദിസ് വൺ ആൻഡ് വിൽ ബി മൂവിങ് ടു ദ നെക്സ്റ്റ് വൺ. ഇതുവരെ പറഞ്ഞതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇനിയും വരും കേട്ടോ. ഡോണ്ട് വെറി. ഫോർ ദ ടൈം ബീങ് വിൽ ബി വൈൻഡിങ് അപ്പ് ദിസ് വൺ. അടുത്തൊരു ആസ്പെക്റ്റിലേക്ക് നമ്മൾ പോവാണ്. ക്ലിയർ അല്ലേ? അടുത്തൊരു ബേസിക് ആസ്പെക്റ്റിലേക്ക് കൂടി നമുക്ക് പോവാം. So we'll be moving to the next one. നോട്ട് മാരീഡ് എങ്ങനെ ആയതെന്ന് ചോദിച്ചാ, ലോകത്തുള്ള ഒരു പുരുഷന്മാരും ഒരു വിധേനയും കല്യാണം കഴിച്ചിട്ടില്ല എന്നുള്ളതല്ല ഉദ്ദേശിക്കുന്നത്. ചെറിയ കല്യാണം കഴിച്ചിട്ടില്ല, വലിയ കല്യാണം കഴിച്ചിട്ടില്ല, അല്ലെ? ഒരു കല്യാണം കഴിച്ചിട്ടില്ല. നോട്ട് മാരീഡ് എന്ന് പറയുമ്പോൾ മാരീഡ് അല്ല, 100% മാരീഡ് അല്ല. ഓക്കെ, 100% മാരീഡ് അല്ല, അതാണ് ഉദ്ദേശിക്കുന്നത്. ടേമുകളാകുമ്പോൾ നമുക്ക് ഒന്നുകൂടിയൊക്കെ ഈസിയാ. ഓക്കെ, നമുക്ക് ഈ പ്ലാസ്റ്റിക് ഇങ്ങനത്തെ ഒബ്ജക്റ്റ് ആകുമ്പോഴാണ് പലപ്പോഴും പിന്നെയും നമുക്കൊരു കൺഫ്യൂഷൻ വരാറുള്ളത്. അപ്പം അതാണ് സംഭവം. യൂണിവേഴ്സൽ നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ, ഓക്കെ, നോ പെൻസ് ആർ പ്ലാസ്റ്റിക് എന്ന് പറയുമ്പോൾ നോ പെൻസ്, ലോകത്തുള്ള ഒരു പെന്നുമല്ല, ആർ പ്ലാസ്റ്റിക്, ലോകത്തുള്ള ഒരു പ്ലാസ്റ്റിക്കുമല്ല. അപ്പൊ രണ്ട് ലോകത്തുള്ള എല്ലാം ഉദ്ദേശിക്കുന്നു, അതുകൊണ്ട് രണ്ടും ഡിസ്ട്രിബ്യൂട്ടഡ് ആവുന്നു. കൺഫ്യൂസിംഗ് ആയ ടേംസ് ഉണ്ടോ ക്വസ്റ്റ്യനിൽ? ഇതിന് ഇല്ല, ഇത് തന്നെയാണ് ഉള്ളൂ, ഇത്രയേ ഉള്ളൂ. ഇതിനപ്പുറത്തേക്ക് ക്വസ്റ്റ്യനിൽ കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ടേമോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ ക്വസ്റ്റ്യൻ ഓരോന്ന് ചോദിക്കുന്ന ചെറിയ ഡിഫറൻസുകൾ ഉണ്ടാവും. പക്ഷെ ഇതുവരെ NTA അവരുടെ ചരിത്രത്തിൽ ചോദിച്ചിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും, സ്ക്വയർ ഓഫ് അപ്പോസിഷൻ 2019 സിലബസ് മാറിയതിനു ശേഷമാണ് വന്നിട്ടുള്ളത്. ഓക്കെ, ഇതുവരെ അവരുടെ എക്സാമിന് ചോദിച്ചിട്ടുള്ള കംപ്ലീറ്റ് സംഭവങ്ങൾ ഓക്കെ നമ്മൾ പഠിക്കും, ക്വസ്റ്റ്യൻസ് നമ്മൾ പഠിക്കും. പെർട്ടിക്കുലർ നെഗറ്റീവ്, ഓക്കെ, പെർട്ടിക്കുലർ എന്ന് പറയുമ്പോൾ ഒരു പാർട്ടാണ്, നെഗറ്റീവ് ആണ്. അപ്പം സം പെൻസാർ എന്ന് പറയുമ്പോൾ എപ്പോഴും നെഗറ്റീവ് ആണ്. ഓക്കെ, നെഗറ്റീവ് ആണ്, സോറി, അൺഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. പക്ഷെ സം പെൻസാർ നോട്ട് പ്ലാസ്റ്റിക് എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ ആലോചിച്ച് നോക്കുക, സം മെൻസ് ആർ നോട്ട് മാരീഡ് എന്ന് പറയുന്ന സമയത്ത്, സം മെൻസ് എന്ന് പറയുമ്പോൾ ലോകത്തുള്ള കുറച്ച് മനുഷ്യന്മാരേ ഉള്ളൂ. പക്ഷെ നോട്ട് മാരീഡ് എന്ന് പറയുമ്പോൾ മാരേജ് 100%. ഓക്കെ, മാരേജ് 100%. അപ്പം സം പെൻസ് ആർ പ്ലാസ്റ്റിക് എന്ന് പറയുമ്പോൾ രണ്ടും അൺഡിസ്ട്രിബ്യൂട്ടഡും, സം പെൻസ് ആർ നോട്ട് പ്ലാസ്റ്റിക് എന്ന് പറയുമ്പോൾ സബ്ജക്ട് അൺഡിസ്ട്രിബ്യൂട്ടഡും പ്രെഡിക്കേറ്റ് ഡിസ്ട്രിബ്യൂട്ടഡും ആയിരിക്കും. ഓക്കെ, അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുക, ആലോചിക്കുക, കൺഫ്യൂഷൻസ് ഉള്ളത് ഒന്നുകൂടിയൊക്കെ ഒന്ന് ആലോചിക്കുക. ഇത് റിലേറ്റഡ് ആയിട്ട് നമ്മൾ
ഓക്കെ, കുറെ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യും, ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ ചെയ്യട്ടോ. ഓക്കെ, ഓരോന്നിങ്ങനെ പിന്നെ മനസ്സിലാക്കുക. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ഒരു സംഭവം. ലോജിക്കലിസ്റ്റിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതാണ്. ഇതിങ്ങനെ മനസ്സിലായി ഈ ചോദ്യത്തിന് ഉത്തരം ഇങ്ങനെ ചോദിച്ച് പറയുമ്പോൾ ഇത് ഭയങ്കര രസമാണ്. പഠനത്തിന്റെ ഏറ്റവും വലിയ രസം എന്താ വെച്ചാൽ ഭയങ്കര കൺഫ്യൂസിങ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ കിട്ടും, ആലോചിച്ച് കിട്ടിട്ട് ഉത്തരം കിട്ടുമ്പോൾ ഒരു സുഖമുണ്ട്. ഓക്കെ, ഒരു ഉത്തരം കിട്ടുമ്പോൾ ആ സുഖം കിട്ടിയ പിന്നെ ആ സുഖം ഇങ്ങനെ കിട്ടേണ്ടി വരും. ഭയങ്കര രസമാണ്. ഇനി ഇതിട്ട് മനസ്സിലായിട്ടില്ലെങ്കിൽ ഒരു പുകയായിരിക്കും അല്ലെ. ഡിസ്ട്രിബ്യൂട്ടഡ് അൺഡിസ്ട്രിബ്യൂട്ടഡ് കുറെ അത് ഇത് എന്നുള്ളത് സംഭവങ്ങൾ ഉണ്ടാവും. അപ്പൊ ഏകദേശം എല്ലാവർക്കും മനസ്സിലായി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇല്ലെങ്കിൽ നിങ്ങൾ ഡൗട്ടുകൾ ചോദിക്കാം, അവസാനം ഞാൻ സമയം തരാം. ഇനി അങ്ങോട്ടും ക്ലിയർ ആയില്ലെങ്കിൽ നിങ്ങളുടെ ആക്ടിവിറ്റി ഗ്രൂപ്പുകൾ ഉണ്ടാവാം, നിങ്ങളുടെ മെന്ററോട് ചോദിക്കാം, നിങ്ങൾ തമ്മിൽ ഡിസ്കസ് ചെയ്യാം, മനസ്സിലാക്കുക. ഇതൊക്കെ ആദ്യം മനസ്സിലാക്കാനുള്ള ഈസി ടഫ്നെസ് ഉണ്ട്. ഇനി അടുത്ത സ്ക്വയർ ഓഫ് അപ്പോസിഷൻ. സ്ക്വയർ ഓഫ് അപ്പോസിഷന്റെ ഒരു ബേസ് ഞാൻ പറയാം, ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് സെഷനിൽ. സ്ക്വയർ ഓഫ് അപ്പോസിഷൻ എന്ന് പറഞ്ഞാൽ സ്ക്വയർ ഓഫ് അപ്പോസിഷൻ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ കാറ്റഗറിക്കൽ പ്രപ്പോസിഷൻ എന്ന് പറഞ്ഞു. കാറ്റഗറിക്കൽ പ്രപ്പോസിഷൻ എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ളത് വി ഹാവ് ഓൾ, നോ, സം, സം നോട്ട്. സാധാരണ അങ്ങനെ എഴുതാറില്ല, അപ്പോൾ ഈ അയ്യോ എന്ന് എഴുതുള്ളൂ, എന്താ അറിയില്ല, അങ്ങനെ വരുന്നു. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കുക എന്തായാലും. ഇങ്ങനെ നമ്മൾ കണ്ടു. ഈ പറയപ്പെടുന്ന 4 കാറ്റഗോറിക്കൽ പ്രപ്പോസിഷൻസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് സൂചിപ്പിക്കുന്ന സ്ക്വയറിനെയാണ് സ്ക്വയർ ഓഫ് അപ്പോസിഷൻ എന്ന് പറയുന്നത്. ഈ ചിത്രത്തിൽ കാണുന്നതിനാണ് സ്ക്വയർ ഓഫ് അപ്പോസിഷൻ. ഓക്കെ, ഈ 4 ആസ്പെക്റ്റുകളിലുള്ള സംഭവങ്ങളിൽ തമ്മിലുള്ള റിലേഷൻഷിപ്പ് സൂചിപ്പിക്കുന്നതിനാണ് നമ്മൾ സ്ക്വയർ ഓഫ് അപ്പോസിഷൻ എന്ന് പറയുന്നത്. ആൻഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്, ഈ ഓരോ റിലേഷൻഷിപ്പിനും ഒരു പേരുണ്ട്. ഈ റിലേഷൻഷിപ്പിനുള്ള പേരാണ് കോൺട്രറി. ഈ റിലേഷൻഷിപ്പിനുള്ള പേരാണ് സബ് കോൺട്രറി. ഈ റിലേഷൻഷിപ്പിനും സെയിം പേരാണ് സബാൾട്ടേൺ. എന്താണ് സാറേ സബാൾട്ടേൺ? ഇതിന് രണ്ടിനും സബാൾട്ടേൺ ആണ്. ഈ റിലേഷൻഷിപ്പിനും സെയിം പേരാണ് കോൺട്രഡിക്ടറി. ക്ലിയർ ഉണ്ടാവും ഇവിടെ, എന്താ കോൺട്രഡിക്ടറി. ഓക്കെ, കോൺട്രഡിക്ടറി. സോ ഇതാണ് സ്ക്വയർ ഓഫ്, ഈ കാണുന്നതാണ് സ്ക്വയർ ഓഫ് അപ്പോസിഷൻ. The relationship between A and E is contrary. The relationship between E and I is contradictory. The relationship between E and O is subaltern. The relationship between I and O is subcontrary. And the relationship between A and I is subaltern. ഇത് പഠിക്കണം. ഈ റിലേഷൻഷിപ്പിനും ഓരോരോ പ്രത്യേകതയുണ്ട്. എന്താണ് റിലേഷൻഷിപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ബോത്ത് ക്യാൻ ബി ട്രൂ ഓർ ബോത്ത് ക്യാൻ ബി ഫാൾസ്. ഈ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു സംശയം ഉണ്ടാവില്ല, എന്താണ് ഈ റിലേഷൻഷിപ്പ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? റിലേഷൻഷിപ്പ് എന്നുള്ള ഉദ്ദേശിക്കുന്നത് ഇത് രണ്ടും ഒരുമിച്ച് ശരിയാവോ അല്ലെങ്കിൽ ഇത് രണ്ടും ഒരുമിച്ച് തെറ്റാവോ എന്നുള്ളതാണ് റിലേഷൻഷിപ്പ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഒന്നുകൂടി ക്ലിയർ ആക്കാം. ഫസ്റ്റ് റിലേഷൻഷിപ്പ് കോൺട്രി ആണ്. സോ കോൺട്രി ഈസ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എ ആൻഡ് ഇ. ഫസ്റ്റ് റിലേഷൻഷിപ്പ് കോൺട്രി ആണ്. കോൺട്രി ഈസ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എ ആൻഡ് ഇ ആണ്. ഓക്കെ, എ ആൻഡ് ഇ ആണ് കോൺട്രി എന്ന് പറയുന്നത്. സോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഓൾ പെൻസ് ആർ പ്ലാസ്റ്റിക്, നോ പെൻ ഈസ് പ്ലാസ്റ്റിക്. ഇത് രണ്ടും ഒരുമിച്ച് എപ്പോഴെങ്കിലും ശരിയാവോ? വീണ്ടും ശ്രദ്ധിക്കുക, റിലേഷൻഷിപ്പിന്റെ ടേബിൾ നമ്മൾ എഴുതി പഠിക്കും. നിങ്ങൾക്ക് കോൺസെപ്റ്റ് ക്ലിയർ ആയ ആ ടേബിൾ നിങ്ങൾക്ക് എഴുതി പഠിപ്പിക്കേണ്ട, നിങ്ങൾക്ക് ടേബിള് ഓക്കെ സ്വന്തമായിട്ട് നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റും. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഓൾ പെൻ ആർ പ്ലാസ്റ്റിക്, നോ പെൻ ഈസ് പ്ലാസ്റ്റിക്. ഇത് രണ്ടും എപ്പോഴെങ്കിലും ഒരുമിച്ച് ശരിയാവോ? എപ്പോഴെങ്കിലും ഇത് ഒരുമിച്ച് ശരിയാവോ? ഇല്ല, ഇതൊരിക്കലും ഒരുമിച്ച് ശരിയാവില്ല. കാരണം എന്താ? ഓൾ പെൻസ് ആർ പ്ലാസ്റ്റിക് ശരിയാണെങ്കിൽ, അല്ലെങ്കിൽ ഓൾ പെൻസ് ആർ പ്ലാസ്റ്റിക് സത്യമാണെങ്കിൽ നോ പെൻ ഈസ് പ്ലാസ്റ്റിക് ഓട്ടോമാറ്റിക്കലി കള്ളമാണ്, റോങ് ആണ്. ഇനി നോ പെൻ ഈസ് പ്ലാസ്റ്റിക് ശരിയാണെങ്കിൽ ഓൾ പെൻസ് ആർ പ്ലാസ്റ്റിക് ഓട്ടോമാറ്റിക്കലി തെറ്റാണ്. ഓക്കെ, ഓട്ടോമാറ്റിക്കലി തെറ്റാണ്. അപ്പം ഇവിടുത്തെ ഒരു ട്രൂത്തിന്റെ റിലേഷൻഷിപ്പ് ബോത്ത് cannot be true. ഓക്കെ, ബോത്ത് cannot be true അല്ലെ? ഇനി ഇത് രണ്ടും ഒരുമിച്ച് ഫാൾസ് ആവോ? ഇത് രണ്ടും ഒരുമിച്ച് ഫാൾസ് ആവോ? അല്ലേക്ക്, ഇത് രണ്ടും ഒരുമിച്ച് ഫാൾസ് ആവോ? ഓക്കെ, ഇവിടെയാണ് അടുത്ത കൺഫ്യൂസിങ് ഫാക്ടർ. ഇത് രണ്ടും ഒരുമിച്ച് ട്രൂ ആവില്ല. അപ്പൊ നമ്മളെ മനസ്സിൽ വീണ്ടും വരിക ഇത് രണ്ടും ഒരുമിച്ച് ഫാൾസ് ആവില്ല എന്നുള്ളതാണ്. ഓക്കെ, ഇത് രണ്ടും ഒരുമിച്ച് ഫാൾസ് ആവില്ല എന്നുള്ളതാണ് നമ്മളെ മനസ്സിലേക്ക് പെട്ടെന്ന് വരിക. പക്ഷെ ഇത് രണ്ടും ഒരുമിച്ച് ഫാൾസ് ആവും.
എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. നോക്കാം, നമ്മുടെ അടുത്ത് 100 പെന്നുണ്ട് എന്ന് കരുതുക. അതിൽ 50 പെന്ന് പ്ലാസ്റ്റിക് ആണെന്ന് കരുതുക. 50 പെന്ന് ഫൈബർ ആണെന്ന് കരുതുക, അല്ലെങ്കിൽ ഗ്ലാസ് ആണെന്ന് കരുതുക. ഗ്ലാസിന്റെ പെന്നുണ്ടാവും ചോദിക്കരുത്. ഓക്കെ, 100 പെന്നുണ്ട്, 50 പെന്ന് പ്ലാസ്റ്റിക് ആണ്, 50 പെന്ന് ഗ്ലാസ് ആണ്. ഇതാണ് ശരിക്കുള്ള ഒരു സിറ്റുവേഷൻ എന്ന് മനസ്സിലാക്കുക അവസ്ഥ. നിങ്ങൾ ആലോചിക്കുകയാണ്, 50 പെന്ന് പ്ലാസ്റ്റിക്, 50 പെന്ന് ഗ്ലാസ്, ഓൾ പെൻ ആർ പ്ലാസ്റ്റിക്, തെറ്റാണോ? തെറ്റല്ലേ? നോ പെൻ ഈസ് എ പ്ലാസ്റ്റിക്, അതും തെറ്റല്ലേ? ഇവിടെ 50 പെന്ന് പ്ലാസ്റ്റിക് ഇല്ലേ? ബോത്ത് ക്യാൻ ബി ഫാൾസ്. ബോത്ത് കനോട്ട് ബി ട്രൂ ആണ് എന്നുള്ളത് കൊണ്ട് ബോത്ത് കനോട്ട് ബി ഫാൾസ് ആണ് നമുക്ക് നിങ്ങളോട് ചെയ്യാൻ പറ്റില്ല. അതാണ് ഞാൻ പറഞ്ഞ അടുത്ത കൺഫ്യൂസിങ് ഫാക്ടർ. ഇവിടെ ബോത്ത് കനോട്ട് ബി ട്രൂ ആണ്, ബട്ട് ബോത്ത് ക്യാൻ ബി ഫാൾസ് ആണ്. ഓക്കെ, ബോത്ത് ക്യാൻ ബി ഫാൾസ് ആണ്. ദിസ് ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് തിങ്. ഇവിടെ ബോത്ത് കനോട്ട് ബി ട്രൂ ആണ്, പക്ഷെ ബോത്ത് ക്യാൻ ബി ഫാൾസ് ആണ്. ഓക്കെ, ബോത്ത് ക്യാൻ ബി ഫാൾസ് ആണ്. ഇതാണ് കോൺട്രറി എന്ന് പറയുന്നത്. നമ്മളെല്ലാം അവസാനം ടേബിൾ വരച്ചിട്ട് റിവേഴ്സ് ചെയ്യും, ഡോണ്ട് വറി. ഇനി സബ് കോൺട്രറി നിങ്ങൾ ആലോചിക്കുക. സം പെൻസ് ആർ പ്ലാസ്റ്റിക്, സം പെൻസ് ആർ നോട്ട് പ്ലാസ്റ്റിക്. രണ്ടും ഒരുമിച്ച് ശരിയാവോ? രണ്ടും ഒരുമിച്ച് ശരിയാവോ? പറയൂ. ആലോചിച്ചിട്ട് പറയട്ടോ. രണ്ടും ഒരുമിച്ച് ട്രൂ ആവും അല്ലേ? ഈ നേരത്തെ കേസ് എടുത്ത് നോക്കി. ഒരു പെർട്ടിക്കുലർ കേസ് ഉണ്ട് നേരിടുക, 50 പെന്ന് പ്ലാസ്റ്റിക് ആണ്, 50 പെന്ന് ഗ്ലാസ്സും ആണ്. ആ ഒരു കണ്ടീഷനിലൊക്കെയാണ് സം പെൻസ് ആർ പ്ലാസ്റ്റിക് ട്രൂ ആണ്, സം പെൻസ് ആർ നോട്ട് പ്ലാസ്റ്റിക്കും ട്രൂ ആണ്. ഓക്കെ, സം പെൻസ് ആർ നോട്ട് പ്ലാസ്റ്റിക്കും ട്രൂ ആണ്. സോ വി ഹാവ് both can be true, both can be false. ഓക്കെ, രണ്ടും ട്രൂ ആവാം, ഓക്കെ, രണ്ടും ഫാൾസ് ആവാം. ഓക്കെ, രണ്ടും ട്രൂ ആവാം, രണ്ടും ഫാൾസും ആവാം. സോറി, ഫാൾസിലേക്ക് എത്താനായില്ലല്ലേ, ഞാൻ ഒരുമിച്ച് എഴുതി പോയതാണ്, മാറി, സോറി. ഇനി രണ്ടും ഫാൾസ് ആവോ? രണ്ടും ട്രൂ ആവാന്ന് പറഞ്ഞിട്ടുള്ളേ, ഫ്ലോലൊക്കെ എഴുതി പോയതാ. ഓക്കെ, രണ്ടും ഫാൾസ് ആവോ? രണ്ടും ഫാൾസ് ആവില്ല. അതെന്തുകൊണ്ടാ? സം പെൻസ് ആർ പ്ലാസ്റ്റിക് തെറ്റാണെങ്കിൽ, കുറച്ച് പെൻസ് പ്ലാസ്റ്റിക് അല്ല എന്നുള്ളത് തെറ്റാണെങ്കിൽ, കുറച്ച് പെന്ന് പ്ലാസ്റ്റിക് ആണെന്നുള്ളത് തെറ്റാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? കുറച്ച് പെന്ന് പ്ലാസ്റ്റിക് ആണെന്നുള്ളത് തെറ്റാണെന്ന് പറഞ്ഞാൽ കുറച്ച് പെന്ന് പ്ലാസ്റ്റിക് അല്ല എന്നുള്ളതാണ്, അല്ലേ? കുറച്ച് പെന്ന് പ്ലാസ്റ്റിക് ആണെന്നുള്ളത് തെറ്റാണെങ്കിൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കുറച്ച് പെന്ന് പ്ലാസ്റ്റിക് ആണ് എന്നുള്ളത് തെറ്റാണ് എന്ന് പറഞ്ഞാൽ കുറച്ച് പെന്ന് പ്ലാസ്റ്റിക് അല്ല. അങ്ങനെ കുറച്ച് പെന്ന് പ്ലാസ്റ്റിക് അല്ലെങ്കിൽ സം പെൻസ് ആർ നോട്ട് പ്ലാസ്റ്റിക് ഓട്ടോമാറ്റിക്കലി ശരിയാവും. ഓക്കെ, എന്ന് പറയുമ്പോ ബോത്ത് cannot be false, രണ്ടും ഒരുമിച്ച് ഫാൾസ് ആവില്ല. ഓക്കെ, രണ്ടും ഒരുമിച്ച് ഫാൾസ് ആവില്ല. അപ്പൊ സബ് കോൺട്രിയുടെ പ്രത്യേകത ബോത്ത് ക്യാൻ ബി ട്രൂ, ബോത്ത് cannot be false. ഓക്കെ, ബോത്ത് cannot be false. ഓക്കെ, എടുത്തു. അടുത്തത് കോൺട്രഡിക്ടറി. പോട്ടെ, ഞാൻ കോൺട്രാക്ട് അവസാനം. സബാൾട്ടേൺ. സബാൾട്ടേൺ എന്ന് പറഞ്ഞാൽ രണ്ട് റിലേഷൻഷിപ്പ് ഉണ്ട്. ഓളും സമ്മും ഉള്ള റിലേഷൻഷിപ്പും സബാൾട്ടേൺ ആണ്, നോയും സം നോട്ടും തമ്മിലുള്ള റിലേഷൻഷിപ്പും സബാൾട്ടേൺ ആണ്. ഇതിന്റെ കേസിൽ എന്തായിരിക്കും? ഓൾ മാത്രം എടുക്കുക. ഓൾ പെൻസ് ആർ പ്ലാസ്റ്റിക്, സം പെൻസ് ആർ പ്ലാസ്റ്റിക്. ഇവ രണ്ടും ഒരുമിച്ച് ശരിയാവാൻ സാധ്യതയുണ്ടോ? നമ്മളൊന്നാലേക്ക്, ഓൾ പെൻസ് ആർ പ്ലാസ്റ്റിക്, സം പെൻസ് ആർ പ്ലാസ്റ്റിക്, ഇവ ഒരുമിച്ച് ശരിയാവാനുള്ള സാധ്യതയുണ്ടോ? യെസ്, ഇവ ഒരുമിച്ച് ശരിയാവാനുള്ള സാധ്യതയുണ്ട്, അല്ലെ? ഇവ ഒരുമിച്ച് ശരിയാവാനുള്ള സാധ്യതയുണ്ട്. ഒരുമിച്ച് ശരിയാവാം. സോ ബോത്ത് ക്യാൻ ബി ട്രൂ. ബോത്ത് ക്യാൻ ബി ട്രൂ. ഓക്കെ, ഇവ ഒരുമിച്ച് തെറ്റാവാനുള്ള സാധ്യത അതും ഉണ്ട്. ബോത്ത് ക്യാൻ ബി ഫാൾസ്. ബോത്ത് ക്യാൻ ബി ഫാൾസ്. അപ്പൊ സബാൾട്ടേന്റെ പ്രത്യേകത ബോത്ത് ക്യാൻ ബി ട്രൂ ആൻഡ് ബോത്ത് ക്യാൻ ബി ഫാൾസ്. ബോത്ത് ട്രൂ ആവാം, ബോത്ത് ഫാൾസ് ആവാം. ഇനി
കോൺട്രഡിക്ടറിയെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ഡിനയൽ കേട്ടോ. ആരോ ചോദിച്ചിരുന്നു ഡിനയൽ എന്താണ്? കോൺട്രഡിക്ടറിയുടെ മറ്റൊരു പേരാണ്. ഇതിന്റെ കേസിൽ എന്തായിരിക്കും എന്ന് ചോദിച്ചാൽ ഓൾ പെൻ ഈസ് പ്ലാസ്റ്റിക്, സം പെൻസ് ആർ നോട്ട് പ്ലാസ്റ്റിക്. ട്രൂ ആവോ? രണ്ടും ട്രൂ ആവോ? യാ, രണ്ടും ട്രൂ ആവില്ല. രണ്ടും ഫാൾസ് ആവോ? രണ്ടും ഫാൾസും ആവില്ല. സോ both cannot be true, both cannot be false, ഇതാണ്. ഇനി നമുക്കൊന്ന് റിവൈസ് ചെയ്യാം. ഓക്കെ, റിവൈസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഒന്നുകൂടി കംപ്ലീറ്റ് ക്ലിയർ ആവും. എന്നിട്ട് നമുക്ക് ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ തീർക്കാം. റിലേഷൻഷിപ്പ്, പേഴ്സ്, relationship, pairs, both true, both false, contrary. എന്തൊക്കെ പഠിക്കണേ? കോൺട്രറിന്റെ കേസിൽ ബോത്ത് ക്യാൻ ബി ഫാൾസ്, ബോത്ത് കനോട്ട് ബി ട്രൂ മാത്രം പഠിച്ചാൽ പോരാ. കോൺട്രറിന്റെ പേര് ഏതാന്ന് പഠിക്കണം. എ ആൻഡ് ഇ ആണ് കോൺട്രറി. ഇനി സബ് കോൺട്രറി INO ആണ്. ഇനി സബ് ആൾട്ടേൺ എ ആൻഡ് IENO ആണ്. കോൺട്രഡിക്ടറി ഓർ ഡിനയൽ ANO and ENI ആണ്. ഓക്കെ, ENI ആണ്. ഇനി കോൺട്രറിയുടെ പ്രത്യേകത ബോത്ത് ക്യാൻ ബി ട്രൂ ആണോ? ബോത്ത് കനോട്ട് ബി ട്രൂ ആണ്. ബോത്ത് ക്യാൻ ബി ഫാൾസ് ആണ്. ഇനി സബ് കോൺട്രറിയുടെ പ്രത്യേകത ബോത്ത് ക്യാൻ ബി ട്രൂ ആണ്, ബോത്ത് കനോട്ട് ബി ഫാൾസ് ആണ്. സബാൾട്ടേണിന്റെ പ്രത്യേകത ബോത്ത് ക്യാൻ ബി ട്രൂ ആണ്, ബോത്ത് ക്യാൻ ബി ഫാൾസ് ആണ്. കോൺട്രഡിക്ടറിയുടെ പ്രത്യേകത ബോത്ത് കനോട്ട് ബി ട്രൂ ആണ്, ബോത്ത് കനോട്ട് ബി ഫാൾസ് ആണ്. ഇത്രയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഓക്കെ, ഇത്രയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഓക്കെ, ഇത്രയാണ് ഇതിന്റെ ഒരു ആസ്പെക്റ്റിൽ നമുക്ക് മനസ്സിലാക്കാൻ ഉള്ളത്. ഓക്കെ, ഇത്രയാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. സോ ക്ലിയർ ആയി എന്ന് കരുതുന്നു. ഞാൻ ക്വസ്റ്റ്യനിലേക്ക് ഞാൻ പോകുന്നില്ല. നമ്മളിന്ന് കുറെ കോൺസെപ്റ്റ് പഠിച്ചു. നമ്മളൊരു യൂണിവേഴ്സൽ കോൺസെപ്റ്റ് പഠിച്ചു, അഫർമേറ്റീവ് കോൺസെപ്റ്റ് പഠിച്ചു, പെർട്ടിക്കുലർ കോൺസെപ്റ്റ് പഠിച്ചു, നെഗറ്റീവ് കോൺസെപ്റ്റ് പഠിച്ചു, ഡിസ്ട്രിബ്യൂട്ടർ കോൺസെപ്റ്റ് പഠിച്ചു, അൺഡിസ്ട്രിബ്യൂട്ടർ കോൺസെപ്റ്റ് പഠിച്ചു. 4 കേസുകളിലും സബ്ജക്റ്റും പ്രെഡിക്കേറ്റും ഡിസ്ട്രിബ്യൂട്ടർ ആണോ അൺഡിസ്ട്രിബ്യൂട്ടർ ആണോ എന്നുള്ള കോൺസെപ്റ്റ് പഠിച്ചു. സ്ക്വയർ ഓഫ് അപ്പോസിറ്റ് എന്നുള്ള കോൺസെപ്റ്റ് പഠിച്ചു. കോൺട്രറി, സബ് കോൺട്രറി, സബാൾട്ടേൺ, കോൺട്രഡിക്ടറി, ഡിനയൽ എന്നുള്ള കോൺസെപ്റ്റ് പഠിച്ചു. ഇതിൽ ഓരോന്നിന്റെയും ട്രൂത്ത്ഫുൾനെസിന്റെയും ഫാൾസിറ്റിയുടെയും ആസ്പെക്റ്റുകളും പഠിച്ചു. ഇവിടെ ഒന്നുകൂടി നിങ്ങൾക്ക് ഒന്ന് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ ഒരു ആസ്പെക്ട് ഉണ്ട്. നിങ്ങൾ കോൺട്രഡിയിൽ നോക്കി, കോൺട്രഡിയുടെ നേരെ ഓപ്പോസിറ്റ് ആണ് സബ് കോൺട്രറി ഉണ്ടാവുക. കണ്ടോ? കോൺട്രറി ട്രൂ ഫാൾസ് ആണെങ്കിൽ സബ് കോൺട്രറി ഫാൾസ് ട്രൂ ആയിരിക്കും ഉണ്ടാവുക. സബാൾട്ടേന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് കോൺട്രഡിക്ടറിയിൽ ഉണ്ടാവുക. ഓക്കെ, സബാൾട്ടേന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് കോൺട്രഡിക്ടറിയിൽ ഉണ്ടാവുക. ഓക്കെ, അങ്ങനെയും നിങ്ങൾക്ക് എന്താ പറയാ മനസ്സിലാക്കാം എന്നുള്ളതാണ്. സോ അത്രയാണ് ഓക്കെ നമുക്ക് പറയാനുള്ളത്. സോ ഐ വിൽ ബി വൈൻഡിങ് അപ്പ്. ബിഫോർ ദാറ്റ് സംശയങ്ങൾ കൂടി തീർത്തിട്ട് ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യും. ഇതിന്റെ ക്വസ്റ്റ്യൻസിലേക്ക് ഞാൻ പോകുന്നില്ല. ഓക്കെ, ക്വസ്റ്റ്യനിലേക്ക് പോകുന്നില്ല. കാരണം പലരും പറഞ്ഞ പോലെ കുറച്ച് ആകെ പുകയാവുന്നു, അങ്ങനെ ആവുന്നു എന്നൊക്കെ മനസ്സിലാവുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് പഠിച്ച് റെഡി ആയിട്ട് വരണം. എന്നിട്ടാണ് നമ്മൾ ഇതിന്റെ ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോവുക. കാരണം ക്വസ്റ്റ്യനിൽ പെട്ടെന്ന് കോൺട്രറി നിങ്ങൾ പറയേണ്ടി വരും. ഇത് ബോത്ത് ട്രൂ ആണ് ബോത്ത് ഫാൾസ് ആണോ എന്ന് പെട്ടെന്ന് പറയേണ്ടി വരും. അപ്പൊ അത് നിങ്ങളൊന്ന് ആലോചിച്ച് പഠിച്ചു വരിക എന്നുള്ളതാണ്. സോ ഇത്രയാണ് നമുക്ക് പറയാനുള്ളത്. ഓക്കെ, ഇതുവരെ ഇന്ന് എടുത്ത ഏതെങ്കിലും കോൺസെപ്റ്റുകൾ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. യു ഹാവ് ദ ഓപ്ഷൻ ടു അൺമ്യൂട്ട് ഓൾസോ കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ അൺമ്യൂട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ചോദിക്കാം. സോ ദ ടുഡേസ് ക്ലാസ് ഈസ് ഒഫീഷ്യലി ഓവർ. വിൽ ബി നമ്മളെ ഡൗട്ടുകൾ കൂടി ഞാൻ തീർക്കുന്നതായിരിക്കും. ഓക്കെ, ക്വസ്റ്റ്യൻ ഇനി നെക്സ്റ്റ് ക്ലാസ്സിലാണ് ഉണ്ടാവുക. അപ്പൊ ഇതുവരെ പറഞ്ഞതിൽ ഏതെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. കോൺട്രഡിക്ടറി 4 കൂടിയതല്ല. കോൺട്രഡിക്ടറി 4 2 പെയറാണുള്ളത്. ഓളും സം നോട്ടും നോയും സമ്മും. അതാണ് കോൺട്രഡിക്ടറി എന്ന് പറയുന്നത്. കോൺട്രഡിക്ടറിയുടെ പ്രത്യേകത ബോത്ത് കനോട്ട് ബി ട്രൂ, ബോത്ത് കനോട്ട് ബി ഫാൾസ്. ഇതിൽ നിന്ന് എത്ര ക്വസ്റ്റ്യൻ വരും എന്ന് ചോദിച്ചാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കേസ്, ഇതിൽ നിന്ന് നോർമലി ഒരു ക്വസ്റ്റ്യനേ വരുള്ളൂ. അപൂർവമായിട്ട് 2 ക്വസ്റ്റ്യൻ വരാം. ഒരു ക്വസ്റ്റ്യന് JRF പോയ കുറെ ആൾക്കാർ എനിക്കറിയാം.
മനസ്സിലായോ? അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ മതി കേട്ടോ, പണി പാളാൻ ഒരു ക്വസ്റ്റ്യൻ മതി. ഓക്കെ, സോ ഇറ്റ് ഡസൻ മാറ്റർ എത്ര ക്വസ്റ്റ്യൻ ആണ് ഇല്ല എന്നുള്ളത്. ഇതിനെ സംബന്ധിച്ച് ഓക്കെ എത്ര ക്വസ്റ്റ്യൻ ആണ് അല്ല എന്നുള്ളത് ഒരു പ്രശ്നമല്ല. സോ ദിസ് ഈസ് എ വേ വിൽ ബി ഹാവിംഗ് ദിസ് പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ. സോ എനി മോർ ഡൗട്ട്സ്? ഇഫ് യു ഹാവ് എനി മോർ ഡൗട്ട്സ് യു കൻ ആസ്ക്. ഓക്കെ, യാ സബ്ജക്ട് പ്രെഡിക്കേറ്റ് എന്ന് പറയുമ്പോൾ ബേസിക്കലി ഇറ്റ് വിൽ ബി ഓൾ അബൌട്ട് ഓൾ പെൻസ് ആർ പ്ലാസ്റ്റിക് എന്നുള്ളത് പറയുന്ന സമയത്ത് ആ ഓൾ പെൻസ് ആർ അതിലെ പെന്നാണ് സബ്ജക്ട്, പ്ലാസ്റ്റിക് ആണ് പ്രെഡിക്കേറ്റ്, ഇനീഷ്യൽ. ഇന്ന് എടുത്തതിൽ നിന്ന് ടോട്ടൽ എത്ര വരും എന്ന് ചോദിച്ചാൽ 2 ക്വസ്റ്റ്യൻ വരെ വരാം. ഡിസ്ട്രിബ്യൂട്ടർ അൺഡിസ്ട്രിബ്യൂട്ടർ ചോദിക്കാം, സ്ക്വയർ ഓഫ് ഓപ്പോസിഷൻ ചോദിക്കാം. ചിലപ്പോൾ ഒന്നും വരണമെന്നില്ല. കാര്യങ്ങൾ മനസ്സിലാക്കുക. ലോജിക്കൽ റീസണിംഗ് ആകെ 5 ക്വസ്റ്റ്യൻ ഉണ്ടാവുക. ചിലപ്പോൾ വരണമെന്നില്ല, പക്ഷെ 2 ക്വസ്റ്റ്യൻ വരെ വന്ന കേസുകളുണ്ട്. എ ട്രൂ ആയാൽ ഫാൾസ് ആകുന്നത് ഏതൊക്കെയാണോ എന്ന് ചോദിച്ചാൽ നമുക്ക് അടുത്തതിൽ പറയാം. കാരണം എ ട്രൂ ആയാൽ ഫാൾസ് ആവോ എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ കോൺട്രറി ആണോ സബ് കോൺട്രറി ആണോ സബാൾട്ട് ആണോ ഓരോന്നിനനുസരിച്ച് ചില മാറ്റങ്ങൾ വരും. അതും കൂടി കമ്പയർ ചെയ്തിട്ടാണ്. ഈ ക്ലാസ് റെക്കോർഡിംഗ് ഉണ്ടാവില്ലേ? ഉണ്ടാവും. ഇഫറിന്റെ എല്ലാ ക്ലാസ്സുകളുടെയും റെക്കോർഡിംഗ് ഉണ്ടാവും. പക്ഷെ കുറച്ചുകൂടി എക്സാം എടുക്കുന്ന സമയത്ത് ഞാൻ നിങ്ങൾക്ക് കുറെ ഇൻഫോർമൽ സെഷൻസ് ഉണ്ടാവും. എടുത്ത സെഷൻ തന്നെ കുറെ സംഭവങ്ങൾ, കുറച്ച് JRF ക്ലബ്ബുകൾ, കുറെ റിവ്യൂ, ഇങ്ങനെ കുറെ ഉണ്ടാവും. അതിന് മാത്രമാണ് റെക്കോർഡിംഗ് ഇല്ലാതിരിക്കുക. അത് ഓൾറെഡി എടുത്ത പല ഇൻഫോർമൽ ഡിസ്കഷൻ ആയതുകൊണ്ടാണ്. നോർമൽ ആയിട്ടുള്ള എല്ലാ ക്ലാസ്സുകൾ, എല്ലാ PYQ ഡിസ്കഷൻ എല്ലാത്തിനും റെക്കോർഡിങ്സ് ഉണ്ടാവും. സം മെൻ ആർ മാരീഡ്, കുറച്ച് മനുഷ്യന്മാര് ഓക്കെ മാരീഡ് ആണ് എന്നുള്ളതാണ്. ഇത് പറഞ്ഞ സം പെൻസ് ആർ പ്ലാസ്റ്റിക് എന്നുള്ളതിന്റെ ഒരു ആസ്പെക്റ്റിലേക്ക് നിങ്ങൾ എടുത്താൽ മതി. അപ്പൊ സം പെൻസ് പർട്ടിക്കുലർ ആണ്. ഓക്കെ, അതുപോലെ തന്നെ പ്ലാസ്റ്റിക്കും പർട്ടിക്കുലർ ആണ്, അല്ലെങ്കിൽ അൺഡിസ്ട്രിബ്യൂട്ടഡ് ആണ് എന്നുള്ള ഒരു ആസ്പെക്റ്റിലേക്ക് നമുക്ക് വരും. ഓക്കെ, യൂണിവേഴ്സൽ അഫർമേറ്റീവ് എന്ന് പറയുമ്പോൾ ഓൾ പെൻസ് ആർ പ്ലാസ്റ്റിക്. അപ്പോൾ ഓൾ പെൻസ് എന്ന് പറഞ്ഞ സബ്ജക്ട് ഓൾ പെന്നാണല്ലോ, ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. ഓൾ പെൻസ് ആർ പ്ലാസ്റ്റിക്. പക്ഷെ ഓൾ പെന്ന് പ്ലാസ്റ്റിക് അല്ല. എല്ലാ പെന്നും ലോകത്തുള്ള എല്ലാ പ്ലാസ്റ്റിക്കും അല്ല. എല്ലാ പെന്നും ലോകത്തുള്ള കുറച്ച് പ്ലാസ്റ്റിക്കേ ഉള്ളൂ. അപ്പോൾ പ്ലാസ്റ്റിക്കിൽ എല്ലാം വരാത്തത് കൊണ്ട് അത് അൺഡിസ്ട്രിബ്യൂട്ടഡ്. അതാണ് യൂണിവേഴ്സൽ അഫർമേറ്റീവിലുള്ളത്. എനി മോർ ഡൗട്ട്സ് യു ഹാവ്? യെസ് അബി, വിൽ ഡു ദാറ്റ്. പറഞ്ഞ പോലെ ലോജിക്കൽ റീസണിംഗ് കൂടുതൽ ആളുകൾ ടഫായിട്ട് പറയുന്ന ഒരു സംഭവമാണ്. പക്ഷെ നമ്മൾ നന്നായിട്ട് പഠിച്ചിട്ട് നമുക്ക് 5 മാർക്ക് കിട്ടും. ദാറ്റ് വിൽ ഡെഫിനറ്റ്ലി ഗിവ് us an extra edge. ഓക്കെ, കോൺട്രഡിക്ടറി ബോത്ത് കനോട്ട് ബി ഫാൾസ് എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ ഇതാണ് കോൺട്രഡിക്ടറി റിലേഷൻഷിപ്പ്. ഇവിടെ സാമ്പാർ, ഇതാണ് കോൺട്രഡിക്ടറി റിലേഷൻഷിപ്പ്. ഇതിൽ നോക്കാം, ഓൾ പെൻസ് ആർ പ്ലാസ്റ്റിക് എന്നുള്ളത് ഓക്കെ ഫാൾസ് ആയി എന്ന് കരുതുക. അത് ഫാൾസ് ആയി ഓട്ടോമാറ്റിക്കലി സം പെൻസ് ആർ നോട്ട് പ്ലാസ്റ്റിക് ട്രൂ ആവില്ലേ? ട്രൂ ആവും. ഇനി കുറച്ച് പെന്ന് പ്ലാസ്റ്റിക് അല്ല എന്നുള്ളത് ഫാൾസ് ആയി എന്ന് കരുതുക. അപ്പോൾ ഓൾ പെൻ ആർ പ്ലാസ്റ്റിക് ഓട്ടോമാറ്റിക്കലി ട്രൂ ആവില്ലേ? ഇതിൽ രണ്ടും കൂടി ആവില്ല. ഓക്കെ, ഒന്ന് ട്രൂ ആയാൽ ഒന്ന് ഫാൾസ് ആവും, ഒന്ന് ട്രൂ ആയാൽ ഒന്ന് ഫാൾസ് ആവും. അതുകൊണ്ടാണ് ബോത്ത് കനോട്ട് ബി ട്രൂ വരുന്നത്. എനി മോർ ഡൗട്ട്സ്? ഓൾ കാറ്റ്സ് ആർ നോട്ട് കാറ്റ്സ് എന്നൊക്കെ വരുന്നത് പിന്നെ നമ്മള് ഓൾ കാറ്റ്സ് ആർ നോട്ട് കാറ്റ്സ് എന്ന് ഒരിക്കലും വരില്ല കേട്ടോ. ഓൾ കാറ്റ്സ് ആർ നോട്ട് കാറ്റ്സ് ഒരിക്കലും വരില്ല. ഓൾ കാറ്റ്സ് ആർ നോട്ട് റാറ്റ്സ് എന്നൊക്കെ ചിലപ്പോൾ വന്നേക്കാം. പക്ഷെ അത് നമ്മൾ ഒരു സിലോജിസം റിലേറ്റഡ് ആണ്. അത് നമ്മൾ ആ സമയത്ത് നമുക്ക് ആ ക്വസ്റ്റ്യൻ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓൾ മെൻ ആർ മാരീഡ്. ഓക്കെ, ഓൾ മെൻ ആർ മാരീഡ് എന്ന് പറയുമ്പോൾ എല്ലാ മനുഷ്യന്മാരും ആണ് ഓക്കെ മാരീഡ് ആണ്. എല്ലാ മനുഷ്യന്മാരും മാരീഡ് ആണെന്ന് പറയുമ്പോൾ എല്ലാ മനുഷ്യന്മാരും ലോകത്തുള്ള എല്ലാ മാരീഡ് മനുഷ്യന്മാരും അല്ല. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾ ഈ മാരീഡ് ആലോചിക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ബേസിക്കലി ചെറിയൊരു കൺഫ്യൂഷൻ വരും. നിങ്ങൾ നേരെ അതിൻ്റെ ഒരു ഒബ്ജക്റ്റിലേക്ക് മാറ്റിയാൽ നന്നാവും. ഇപ്പൊ ഈ മാരീഡ് എന്നൊക്കെ പറയുന്നത് നമുക്ക് കംപ്ലീറ്റ് മാരീഡ് ആണ്, മൊത്തം മാരീഡ് ആണോ എന്നൊക്കെ കൺഫ്യൂഷൻ വരുന്ന സമയത്ത് നിങ്ങൾ നേരെ അതിനെ പെൻസാർ പ്ലാസ്റ്റിക്കിലേക്ക് മാറ്റുക. കോൺസെപ്റ്റ് വിൽ ബി സെയിം. മറ്റങ്ങൾക്ക് അർത്ഥം ആലോചിച്ച് അതിലേക്ക് എത്തുമ്പോൾ ചെറിയ ചില ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, ഓൾ കാറ്റ്സ് ആർ നോട്ട് റാറ്റ്സ് എന്നുള്ളത് സിലോജിസം ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. അത് ഇത് റിലേറ്റഡ് ക്വസ്റ്റ്യൻ അല്ല. ഓക്കെ, നമ്മളത് വേറെ ഡിസ്കസ് ചെയ്യും കേട്ടോ. ഇതിന്റെ കണക്ഷൻ അടുത്തൊരു ആസ്പെക്റ്റിലേക്കാണ്. നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ടെർമിനോളജിയിൽ സം സ്റ്റുഡൻസ് ആർ ഇന്റലിജന്റ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ കുറച്ച് അർത്ഥം അങ്ങോട്ട് മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് ഇത് എല്ലാ പോപ്പുലേഷനെയും ഡിനോട്ട് ചെയ്യുന്നുണ്ടോ എന്ന് കൺഫ്യൂഷൻ ഉള്ള കേസുകൾ നിങ്ങൾ നേരത്തെ തിരിച്ചാൽ മതി. എന്താക്കുക, പെൻസാ പ്ലാസ്റ്റിക് ആക്കുക, മനസ്സിലാക്കാൻ ഈസിയാണ്. ഓക്കെ, ഞാൻ നോർമലി ഒക്കെ എന്താ ചെയ്യല് വെച്ചാൽ നമ്മളെ മനസ്സിലുണ്ടാവും ഈ പെൻസാർ പ്ലാസ്റ്റിക് മാത്രമാണ് മെയിൻ ആയിട്ട്. അപ്പൊ പരീക്ഷയ്ക്ക് എന്ത് വന്നാലും അതിനെ നേരെ പെൻസാർ പ്ലാസ്റ്റിക് ആക്കും. ഓക്കെ, ഒരു പ്രശ്നമില്ല. സം എക്സിസ് വൈ ആണെങ്കിൽ സം പെൻസാർ പ്ലാസ്റ്റിക് ആക്കാം. മാറ്റണം മാറരുത് കേട്ടോ.
പരീക്ഷയ്ക്ക് സം മെൻസ് ആർ നോട്ട് പ്ലാസ്റ്റിക്കും ഇവിടെ വന്നിട്ട് സം മെൻസ് മാറരുത്. അത് ആലോചിച്ചാൽ മതി. അതാണ് നമുക്ക് പെട്ടെന്ന് കൺക്ലൂഷനിലേക്ക് എത്താൻ വരാം. പ്രമിസ് കൺക്ലൂഷൻ വേറെയാണ്. പ്രമിസ് കൺക്ലൂഷൻ സിലോജിസം ആണ്, ഇതല്ല. ഓക്കെ, ഇതല്ല. ഇറ്റ്സ് എ ഡിഫറെന്റ് ടോപ്പിക്. സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ദ ടൈം ബീങ്. ഓക്കെ, വിൽ ബി വൈൻഡിങ് അപ്പ്. ഇതുവരെ പഠിച്ചത് മൊത്തം ഒന്ന് റിവൈസ് ചെയ്ത് വരിക. ഇതിന്റെ സ്ക്വയർ ഓഫ് ഓപ്പോസിഷന്റെ കണ്ടിന്യൂഷൻ ക്വസ്റ്റ്യൻസ് ആണ് അടുത്ത ക്ലാസ്സിൽ ഉണ്ടാവുക, ഇതുവരെ പഠിച്ചതിന്റെ അടിസ്ഥാനത്തിലുള്ള. ഓക്കെ, താങ്ക് യു.